സംസ്ഥാനത്ത് കാലവർഷം സജീവമാകുന്നതോടെ പുഴകളിലും തോടുകളിലും വയലുകളിലും വ്യാപകമാകുന്ന ഊത്തപിടുത്തം, മത്സ്യങ്ങളുടെ പ്രജനനകാലത്തെ വേട്ടയാടൽ കടുത്ത നിയമലംഘനമാണെന്ന് അധികൃതരുടെ മുന്നറിയിപ്പ്. ലംഘിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടികളും വൻതുക പിഴയും ചുമത്താനാണ് ഫിഷറീസ് വകുപ്പിന്റെയും പോലീസിന്റെയും തീരുമാനം. എന്താണ് ഊത്തപിടുത്തം? എന്തുകൊണ്ട് ഇത് കുറ്റകരമാകുന്നു? മഴക്കാലത്തിന്റെ തുടക്കത്തിൽ മുട്ടയിടാനായി മീനുകൾ കൂട്ടത്തോടെ ഒഴുക്കിനെതിരെ നീന്തി ശാന്തമായ ജലാശയങ്ങളിലേക്കും വയലുകളിലേക്കും കയറിവരുന്ന പ്രതിഭാസമാണ് ഊത്തയേറ്റം അല്ലെങ്കിൽ പള്ളയേറ്റം. വംശനാശഭീഷണി. ഈ സമയത്ത് പിടിക്കപ്പെടുന്ന മീനുകളിൽ ഭൂരിഭാഗവും വയറ്റിൽ പതിനായിരക്കണക്കിന് മുട്ടകളുള്ളവയായിരിക്കും. ഇവയെ പിടിക്കുന്നത് വഴി വരും തലമുറയിലെ കോടിക്കണക്കിന് മത്സ്യസമ്പത്താണ് ഒറ്റയടിക്ക് നശിച്ചുപോകുന്നത്. ആവാസവ്യവസ്ഥിതി തകിടമറിയൽ. കേരളത്തിലെ തനത് ശുദ്ധജല മത്സ്യങ്ങളായ വരാൽ, കരിമീൻ, കാരി, കൂരി, പരൽ, വാള തുടങ്ങിയവയുടെ വംശനാശത്തിന് ഇത് കാരണമാകുന്നു. കേരള ഉൾനാടൻ മത്സ്യബന്ധന അക്വാകൾച്ചർ നിയമം. കേരള ഇൻലാൻഡ് ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ ആക്ട് അനുസരിച്ച് ഊത്തപിടുത്തം പൂർണ്ണമായും നിരോധിച്ചിട്ടുള്ളതാണ്. അതിനായി തടസ്സങ്ങൾ നിർമ്മിച്ച് മത്സ്യങ്ങളെ കൂട്ടത്തോടെ പിടികൂടുന്നതും വൻതുക പിഴയോ അല്ലെങ്കിൽ തടവുശിക്ഷയോ ലഭിക്കാവുന്ന കുറ്റമാണ്. മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന വലകൾ, കൂടുകൾ, മറ്റു ഉപകരണങ്ങൾ എന്നിവ അധികൃതർക്ക് കണ്ടുകെട്ടാം. രാസവസ്തുക്കൾ കലർത്തുക, തോട്ട പൊട്ടിക്കുക, വലിയ പ്രകാശമുള്ള ലൈറ്റുകൾ വെച്ച് മീനുകളെ ആകർഷിക്കുക, ചെറിയ കണ്ണികളുള്ള വലകൾ ഉപയോഗിക്കുക എന്നിവ ജാമ്യമില്ലാ കുറ്റങ്ങളാണ്. അധികൃതരുടെ അറിയിപ്പ്. നമ്മുടെ ശുദ്ധജല മത്സ്യസമ്പത്ത് സംരക്ഷിക്കേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ്. ഊത്തപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾക്ക് ഫിഷറീസ് വകുപ്പിലോ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ വിവരമറിയിക്കാവുന്നതാണ്. നിയമലംഘകർക്കെതിരെ കർശനമായ നിരീക്ഷണവും പരിശോധനയും ഈ മഴക്കാലത്തുണ്ടായിരിക്കും. പ്രകൃതിയുടെ സ്വാഭാവികമായ ഈ ജീവചക്രത്തെ തടസ്സപ്പെടുത്താതിരിക്കാൻ എല്ലാവരും സഹകരിക്കണമെന്ന് ഫിഷറീസ് ഡയറക്ടറേറ്റ് അഭ്യർത്ഥിച്ചു.